ഗൈസ്, വെൽക്കം ടു മൈ ജനാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു അവേറി സെറ്റപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കിളീനെ വളർത്താൻ ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധത്തിൽ ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ കാര്യം വെച്ച് നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ അവേരി എന്ന് പറയണത്. അപ്പോൾ ഇത്രയും കുറച്ച് വലിയൊരു ഇതാണ് അവേരി സെറ്റപ്പാണ് നമ്മുടെ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ ചെറുതായാലും വലുതായാലും നിങ്ങൾക്ക് കിളികൾക്ക് കടക്കാനുള്ള അത്രയും നല്ല സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും കടക്കാനും ഇതൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഈ അവേരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളികൾക്ക് ഒരിക്കലും തണുപ്പ് വേനൽക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വേനൽക്കാലത്ത് നിങ്ങൾ ഇവരുടെ കൂടായാലും ഇതല്ല അവരുടെ കൂടെ എന്ത് ചെയ്യണം, നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് പനിയും പിന്നെ അതുപോലെ തന്നെ ലൂസ് മോഷനും വരും. പനി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നല്ല തണുപ്പ് കൂടുമ്പോഴാണെങ്കിൽ ലൂസ് മോഷന് അവർക്ക് എന്താ പറയുക, ലൂസ് മോഷൻ അവർ തിന്നുന്ന ഭക്ഷണങ്ങളിൽ ജലാംശം കൂടുമ്പോൾ എന്ന് വെച്ചാൽ വെള്ളം കൂടുമ്പോഴാണ് അവർക്ക് ലൂസ് മോഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഞാൻ ആ കൂട് കാണിച്ചു തരാമെങ്കിൽ അതിനുള്ളിൽ ലൈറ്റ് കാണാനുണ്ട്. കാരണം ഇവർക്ക് വേനൽക്കാലത്ത് മാത്രം ലൈറ്റ് ഇട്ടാൽ മതി. അല്ല, വേനൽക്കാലത്തല്ല, മഴക്കാലത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. മഴക്കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കിളികളുടെ കൂടിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് വെക്കണം. കാരണം അവർക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ അവേരീൻ്റെ അവിടെ നമ്മൾ ഈ വല ഇടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വല വേണം ഇടാൻ. വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ വല ഇടുമ്പോൾ അതിൻ്റെ കണ്ണി കണ്ട വലക്കണ്ണി, ആ വലക്കണ്ണി നോക്കുക, ഇത് നല്ല സ്ട്രോങ് ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വലക്കണ്ണി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ 2 വിരൽ കൊള്ളുമെങ്കിലും പക്ഷെ വലിയവരുടെ ഒരു വിരൽ മാത്രമേ കൊള്ളുള്ളൂ. അത്രയ്ക്കും സ്പേസ് മാത്രം കിടക്കുന്ന ഒരു ഇത് വേണം ഇടാൻ. കാരണം നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് കടക്കാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ആ കൂടിൻ്റെ ഉള്ളിലോട്ട് കടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് കടക്കാതിരിക്കാനായിരിക്കും നിങ്ങളുടെ സംശയം ഉണ്ടാവും അടുത്തത്, അല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടി ഇതിനെക്കാട്ടി കുറച്ച് സ്പേസ് ഉള്ളതാണ്, ഇത്രക്കുള്ളതാണ് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇത്രയല്ല കുറച്ചും കൂടി സ്പേസ് ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്ട്രോങ്ങും ഇല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് എന്ത് കിടക്കും, നമ്മുടെ പാമ്പ് പിന്നെ അതുപോലെ തന്നെ കിളികൾ അറ്റാക്ക് ചെയ്യുന്ന കുറച്ച് ജീവികളൊക്കെ ഉണ്ട്. അതൊക്കെ കടക്കാൻ സാധ്യത കൂടുതലുള്ളതാണ് നമ്മുടെ കൂട്ടിൻ്റെ ഉള്ളിലോട്ട്. പിന്നെ പാമ്പുകൾ പ്രത്യേകിച്ച് കയറുന്നതാണ്. കാരണം അവർക്ക് ഇതാണല്ലോ എന്ന് വെച്ചാൽ പാമ്പുകൾക്കൊക്കെ കിളികളുടെ മണവും പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നന്നായി മനസ്സിലാവും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ ഇടുകയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഹോളിൽ കൂടെ അവർക്ക് കടക്കാൻ സാധിക്കും. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ അങ്ങനത്തെ എന്തെങ്കിലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നാരങ്ങ നീര് അതൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാമ്പുകൾ വരാൻ സാധ്യത കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പാമ്പിന് ചെവി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഇല്ലയെന്ന് ചോദിച്ചില്ല, ഇല്ല. അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പുകൾക്കൊക്കെ അതിൻ്റെ നാവിലാണ് മൂക്കുള്ളത് എന്ന് വെച്ചാൽ മണക്കാനുള്ള ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മണക്കുമ്പോൾ അവർ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ഓരോന്ന് മണക്കും. അപ്പോൾ അവർക്ക് പ്രത്യേകതായ മണം കിട്ടുകയാണെങ്കിൽ ആ ദിശയിലോട്ട് അവർ പോവും. അതാണ് ഇടയ്ക്കിടയ്ക്ക് പാമ്പുകളൊക്കെ നാവ് പുറത്തേക്ക് ഇടണത് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നന്നായി കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ കൂടിൻ്റെ ഉള്ളിൽ ഒരു മരം എന്തെങ്കിലും, നല്ല ചില്ലൊക്കെ ഉള്ള ഒരു മരം എന്തെങ്കിലും സെറ്റ് ചെയ്യണം. കാരണം ഈ കിളികളെ നമ്മൾ തുറന്ന് വിടുമ്പോൾ അവർക്ക് അതിൻ്റെ മുകളിൽ ഇരിക്കാനും, പിന്നെ അതുപോലെ തന്നെ പഴങ്ങളായി കഴിഞ്ഞാൽ പഴമുള്ള ചെടികളാണെങ്കിൽ അവർക്കത് കൊത്തി തിന്നാനും അവർക്ക് നല്ലതാണ്. അവർ കൊത്തി തിന്നുന്നത് അവർക്ക് നല്ലതാണ്. പിന്നെ നല്ല ഫ്രൂട്ട്സ് മാത്രമേ വയ്ക്കാറുള്ളൂ. മഴക്കാലത്ത് ഒരിക്കലും നനഞ്ഞ ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കരുത്. ഫ്രൂട്ട്സ് അല്ല, എന്തെങ്കിലും തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ നനഞ്ഞതൊന്നും കൊടുക്കരുത്. ഇല ആയാലും നനഞ്ഞത് കൊടുക്കരുത്. കാരണം അവർക്ക് ലൂസ് മോഷൻ വരാൻ കൂടുതൽ ലൂസ് മോഷൻ വരാൻ അത് കാരണമാവും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഉള്ളിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു അവേരി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് അമ്മേ ഇതെന്താ തുറക്കാത്ത? ഇത്തിരി ഇതുണ്ട്, അടക്കാൻ പറ്റായ കണ്ടിട്ടോ. അപ്പം നമ്മൾ ഇതിലോട്ട് കടക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ കിളികളെ തുറന്ന് വിടുമ്പോൾ നമ്മൾ കിളികളെ തുറന്ന് വിടണം. ഇപ്പോൾ വലുതാണെങ്കിലും വെച്ചാൽ വലിയ അവേരി സെറ്റപ്പ് ആണെങ്കിലും ചെറുതാണെങ്കിലും കിളികളെ തുറന്ന് വിടുക. അതാകുമ്പോൾ അവർക്ക് കളിക്കാനും അതുപോലെ തന്നെ കുറേ ഇത് ചെയ്യാനുണ്ട്. ബാക്കി ഞാൻ ഈ വീഡിയോയിലോട്ട് പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലുള്ള അവേരി സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇവിടെ കുറേ ചട്ടിയിൽ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പുറത്തോട്ടിട്ടിട്ടുണ്ട്, അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കാരണം അതൊന്ന് കഴുകി റെഡിയാക്കണം. എന്നിട്ട് അവിടെ വെക്കുന്നതാണ്. അവിടെ വെക്കും. പിന്നെ ഈ 3 കുളം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വെച്ചതൊന്നുമല്ല, ഈ അവേരിക്ക് വേണ്ടി വെച്ചതല്ല. ഞങ്ങളിതിന് മുമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആമ്പൽ ചെടിയില്ലേ അതൊക്കെ വെച്ചിരുന്നു. പിന്നെ അതൊക്കെ അവേരി ആയപ്പോൾ അതൊക്കെ മാറ്റി. കാരണം അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൽ പൂവിടായി ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വരും. ഇത് കുറേ ഇരുമ്പും കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ട്. 3 എണ്ണമാണ് ഉള്ളത്, മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കൂടായാലും ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ വലയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ വലയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നല്ല പേടിച്ചിട്ടുണ്ട് കിളികളൊക്കെ കേട്ടോ. ഇതിങ്ങനെ നല്ല സ്ട്രെങ്ത് ഉള്ളത് തന്നെയാണ് ഇത്, പക്ഷേ ഇത് അധികം സ്ട്രെങ്ത് വരുന്നില്ല. നമ്മുടെ ഈ ഒരു നെറ്റാണ് നിങ്ങൾ ഇവിടെ വെക്കുന്നതെങ്കിൽ ഒരിക്കലും അത് വെക്കരുത്, വേറെ നെറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിന് കുറച്ച് പൈസ എക്സ്പെൻസീവ് ആണ്, കുറച്ച് പൈസ കൂടുതലാണ് ഇതിന്. പിന്നെ അതുപോലെ തന്നെ ഈ 2 ചെടികളെന്ന് പറയുന്നത് വേറെ വേറെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ചെറിയാണ്, ഇത് തനി ചെറിയാണ്. ഇത് പക്ഷേ വേറെ മറ്റേതില്ലേ പേരയ്ക്ക, നമ്മുടെ വീട്ടിൽ പേരയ്ക്ക വേറെ ഉണ്ട്, അവിടെ ഉണ്ട് പേരയ്ക്ക. പക്ഷേ ഇത് വേറൊരു പേരയ്ക്കയാണ്. പേരയ്ക്കേൻ്റെ ഉള്ളിൽ നല്ല ചൂത്തിരിക്കുന്ന ഒരു തൈയാണിത്. അപ്പോൾ നിങ്ങൾ വെറൈറ്റി ഇതൊക്കെ പഴങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പഴങ്ങൾ വെക്കാൻ, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ പഴങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും, അവർക്ക് തിന്നാനൊക്കെ കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൂട് വെക്കുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട് ഞങ്ങൾ നേർക്കാണ് വെച്ചത്. എന്ന് വെച്ചാൽ ശരിക്കും പോലെ ഇങ്ങനെ കാണുന്ന രീതിക്കാണ് വെച്ചത്. നിങ്ങൾ ഒരിക്കലും അത് അങ്ങനെ വെക്കരുത്, ഒരു മിസ്റ്റേക്കാണ്, ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഇതിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഓട്ട ഇല്ലേ, എന്ന് വെച്ചാൽ അവർക്ക് കടക്കാനുള്ള കൂടിൻ്റെ ഓട്ട, ആ ഓട്ട എന്താകും, ആ ഓട്ട നല്ല കുറച്ച് താഴ്ത്തിയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളിങ്ങനെ ശരിക്കും പോലെ ഇങ്ങനെ വെക്കുമ്പോൾ താഴ്ത്തിയിട്ടായിരിക്കും അതുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കിളികൾ മുട്ടയിട്ട് വിരിഞ്ഞ് വരുമ്പോൾ അതെന്താവും, കിളികൾ പെട്ടെന്ന് തന്നെ ചാടാൻ സാധ്യത കൂടുതലുണ്ട്. ഞങ്ങൾക്ക് കുറേ വട്ടം ഇങ്ങനെ ചാടിയിട്ട് കുറേ കിളികൾ ചത്തതായിട്ടും അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കൂട് വെക്കുമ്പോൾ പിന്നെ എങ്ങനെ വെക്കുക എന്ന് ചോദിക്കുന്നവർ, ഇങ്ങനെ വെക്കാതെ കുറച്ച് ചെരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ വെക്കേണ്ടതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഈ കിളികൾക്ക് ഇങ്ങനെയാണ് പനി വരും, പിന്നെ അതുപോലെ തന്നെ ലൂസ് മോഷൻ വരും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അവരെ തുരത്തുക എന്ന് വെച്ചാൽ പനിയും ലൂസ് മോഷനൊക്കെ എങ്ങനെയാണ് അവരുടെ ഇങ്ങനെ അവരുടെ ഇതൊന്ന് മാറ്റുന്നതായിരിക്കും. പിന്നെ ചിലരുടെ
സംശയം ഉണ്ടാവുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിളികളെ വളർത്തുമ്പോൾ അതുപോലെ തന്നെ കിളികളുടെ അടിഭാഗം നോക്കുക. അടിഭാഗം സദാസമയം എന്ന് വെച്ചാൽ എപ്പോഴും നനഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കാരണം ലൂസ് മോഷനാണ്. അതുപോലെ തന്നെ കിളികൾ എവിടെയെങ്കിലും തൂങ്ങി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടല്ല, ഈ ഇതുണ്ടാവില്ലേ ചിറകൊക്കെ നന്നായിട്ട് വിടർത്തിയിട്ടല്ല, ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് അവിടെ ഇങ്ങനെ പമ്മിയിരിക്കുകയാണെങ്കിൽ, അനങ്ങാതിരിക്കുകയാണെങ്കിൽ അതിന് കാരണം ഇവർക്ക് ഇത് വന്നു എന്നാണ്, പനി വന്നു എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുന്ന പാത്രം, ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു തീറ്റയുടെയും വെച്ചിട്ടുണ്ട്, വെള്ളത്തിൻ്റെയും വെച്ചിട്ടുണ്ട്. ഈ രണ്ടെണ്ണം വെക്കുമ്പോഴും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഇപ്പം ഞാൻ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പ്രോസസ്സിങ് ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ഏകദേശം കുഞ്ഞു പാത്രം എന്ന് വെച്ചാൽ വെള്ളം വെക്കുകയാണെങ്കിലും തീറ്റ വെക്കുകയാണെങ്കിലും കുഞ്ഞു പാത്രത്തിൽ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവർ എന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ ഉള്ളിൽ കുളിക്കും, എന്ത് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ ചെയ്യും. അവരതിൻ്റെ മുകളിൽ കാട്ട എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ അല്ലെങ്കിൽ ഈ തീറ്റേൻ്റെ മുകളിലിടുമ്പോൾ വേറെ കിളികൾ വന്ന് ഇത് തിന്നുമ്പോൾ അവർക്കൊരു അസുഖമായി അത് മാറും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്നും നിങ്ങളുടെ ഇതുപോലത്തെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തീറ്റയിൽ ശ്രദ്ധിക്കണം. പിന്നെ തീറ്റ നനഞ്ഞിരിക്കാൻ പാടില്ല. നനഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർ തിന്നുമ്പോൾ അവർക്ക് ലൂസ് മോഷൻ വരാൻ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കൂടുമ്പോൾ ലൂസ് മോഷൻ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെള്ളത്തിൽ ഒന്നും ചേരാൻ പാടില്ല. പക്ഷേ ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് മാറ്റണം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മാറ്റാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണെങ്കിലും ഇപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിൽ മാത്രമല്ല, അവർക്ക് കളിക്കാനായിട്ട് പുറത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വെക്കാം, പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വെക്കാം. കാരണം അവർക്ക് പുറത്തായാലും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചകിരി അവർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അവരതിൻ്റെ ഉള്ളിൽ മുട്ടയിടും. അവർക്ക് കൂട് വേണമെന്ന് തന്നെ ഇല്ല, അവർക്ക് ചകിരി പോലത്തെ കൂടുകളില്ലേ, അത് വെച്ച് കൊടുത്താലും മതി, അവർ മുട്ടയിടും അതിൻ്റെ ഉള്ളിൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുട്ട വളർന്ന് ഇങ്ങനെ വരുമ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക്, മുട്ട വിരിഞ്ഞ് വരുന്നുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം? ഹാൻഡ് ഫീഡിങ് കൊടുക്കണം. അല്ലെങ്കിൽ അവർ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ വീട്ടിൽ ഉള്ള ഈ കിളികൾ മുട്ട വിരിഞ്ഞ് വരുമ്പോൾ ഹാൻഡ് ഫീഡിങ് കൊടുക്കണം. അല്ലെങ്കിൽ അവർ കിളികൾ ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കുക. പിന്നെ നിങ്ങളുടെ ഈ ഫീവർ എന്ന് വെച്ചാൽ പനിയും ലൂസ് മോഷനും വന്നു കഴിഞ്ഞാലുള്ള മരുന്ന് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ എവിടെയെങ്കിലും കടയിൽ മറ്റേ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന കട ഉണ്ടാവില്ലേ, അപ്പോൾ നിങ്ങൾ മൃഗങ്ങളെ ഓരോ മരുന്നുകളൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു മൃഗങ്ങളുടെ മരുന്നുകളൊക്കെ ഉള്ള കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സിങ്കോവിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ വിമ്രൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അത് കാരണം അവർക്ക് ഇത് വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ വേറൊരു മരുന്നുണ്ട്. ആ മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിഡ് വാട്ടർ സൊല്യൂഷനാണ്. അത് പൊടിയായിട്ടും കിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കടയിൽ നിന്ന് മരുന്നായിട്ട് എന്ന് വെച്ചാൽ ഗുളികയായിട്ടും കിട്ടും. കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക ആ ഒരു പൊടിയായിട്ടായിരിക്കും. കാരണം ഇവർക്ക് വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ഹൈഡ്രോക്ലോറിഡ് ആ ഒരു പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അവർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പനിയാണെങ്കിലും ലൂസ് മോഷൻ ആണെങ്കിലും വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അവർക്ക് ശമനമുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ മരുന്നുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. ഡേറ്റ് കഴിഞ്ഞൊന്നും വാങ്ങരുത് കേട്ടോ. ചിലപ്പോൾ അത് കിളികൾക്ക് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് മരുന്നുകൾ വാങ്ങുക.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ കിളികൾക്ക് കടൽനാക്ക് കൊടുക്കുന്നത് അവരുടെ ശരീരത്തിലും പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്ട്രോങ്ങിനൊക്കെ അവർക്ക് നല്ലതാണ് ഈ കടൽനാക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഏത് കടയിൽ പോയാലും കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ഈ ഒരു അവേരി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. പിന്നെ നിങ്ങൾ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക എന്ന് മാത്രം, നിങ്ങൾ കൂടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗം ഈ വായല്ല എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗമല്ല, അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായി മൂടി വെച്ചിട്ട് വേണം നിങ്ങൾക്ക് വയ്ക്കാൻ. കാരണം അല്ലെങ്കിൽ അവർക്ക് പനി വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ഒന്നും കൂടി പറയാമെന്ന് മാത്രം, ചിലപ്പോൾ നിങ്ങൾ മറന്നാലോ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ ഇതാക്കിയിട്ട് ഉള്ളിലൊരു ലൈറ്റ് വെച്ചോളൂ. ലൈറ്റ് വെക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ലൈറ്റ് വെക്കുകയാണെങ്കിൽ അവരിത് ഇതുപോലെ കൂട്ടത്തോടെ നിന്നിട്ട് അവർ ആ ചൂട് കൊള്ളുമ്പോൾ അവർക്ക് എന്തുണ്ടാവുന്നു, അവർക്ക് പനിയോ അല്ലെങ്കിൽ ഒന്നും പനി ഉണ്ടാവുകയാണെങ്കിലും ആ പനി ചൂടുകൊണ്ട് അവരുടെ ആ ഒരു തണുപ്പൊക്കെ മാറിക്കിട്ടും. മഴക്കാലത്ത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവേരി, ഞാൻ പറഞ്ഞ അവേരി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന അവേരി, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി അടിക്കുക കേട്ടോ. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നിങ്ങളവിടെ മഴക്കാറുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലത്തെ വീഡിയോസ് വരണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഏത് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി അടിച്ചു കഴിഞ്ഞാൽ പൊളിച്ച്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഈ ഒരു കാര്യം ഇന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ടാറ്റാ.